നമസ്കാരം, എല്ലാവർക്കും കുക്ക് ടീൽസിലേക്ക് സ്വാഗതം. ക്രിസ്മസ് ഒക്കെ ആയിട്ട് നല്ലൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അടിപൊളി ടേസ്റ്റാണ്. മാത്രമല്ല ഈ ഒരു വീഡിയോയിൽ ഞാൻ ആൽക്കഹോളിൽ എങ്ങനെയാണ് ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യുന്നത് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടാതെ ഇൻസ്റ്റൻ്റ് ആയിട്ട് പ്ലം കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കാനുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഒരു കേക്ക് ഓവനിലും ഒരു കേക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ, അതായത് ചീനച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നോക്കിയിട്ട് വന്നാലോ. അപ്പോൾ ആദ്യം റമ്മിൽ എങ്ങനെയാണ് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യാൻ നോക്കാം. ഇത് 1 വർഷം പഴക്കമുള്ള കഴിഞ്ഞ ജനുവരി 17 ഇട്ടിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ആണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ റമ്മിലാണ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വിസ്കിയോ ബ്രാൻഡിയോ വൈനോ എന്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഏകദേശം 1 കിലോ വെയിറ്റ് വരുന്ന അത്ര ഫ്രൂട്ട്സ് എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ 1 കപ്പ് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് ഇഞ്ചി വിളയിച്ചത് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 1/2 കപ്പ് ഓറഞ്ചിൻ്റെ തൊലി വിളയിച്ചതാണ്, കാൻഡീഡ് ഓറഞ്ച് അല്ലെങ്കിൽ കാൻഡീഡ് ജിഞ്ചർ എന്നൊക്കെയാണ് ഇതിനെ പറയുക. പിന്നെ ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്, ഏകദേശം 1/2 കപ്പോളം. 1/2 കപ്പല്ല, അതിനേക്കാൾ കുറച്ച് കൂടും കേട്ടോ. പിന്നെ കുറച്ച് ചെറീസും പിന്നെ കുറച്ച് കറുത്ത മുന്തിരിങ്ങ, അതായത് കുരുവില്ലാതെ തന്നെ വേണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ സോക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഇടുമ്പോൾ ഇതിലേക്ക് മസാലപ്പൊടി ഇടും. അതായത് മസാലപ്പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുവപ്പട്ട, അതുപോലെ ജാതിക്ക, കുറച്ച് ഏലക്കായുടെ കുരുവാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, പിന്നെ ഗ്രാമ്പു. അപ്പോൾ ഞാൻ ഈ ജാതിക്ക ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് ഒരു ചീനച്ചട്ടിയിലൊന്ന് ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഈ ഒരു 4 ഐറ്റംസ് മാത്രം മതി ഈ പ്ലം കേക്കിന് വേണ്ടിയിട്ട്. പ്ലം കേക്കിൽ നമ്മൾ ഇത് തന്നെയാണ് കേട്ടോ ചേർക്കുക. ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. പഞ്ചസാര ചേർത്തിട്ട് പൊടിക്കരുത് കേട്ടോ, കാരണം സോക്ക് ചെയ്യണേൽ നമ്മൾ പഞ്ചസാര ചേർത്ത് പൊടിക്കേണ്ട ആവശ്യമില്ല. കേക്കിലാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഇതിൽ വെറുതെ ജസ്റ്റ് ഇതൊക്കെ കൂടി പൊടിച്ചെടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി ഞാനൊരു ഡ്രൈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നേരിട്ട് കുപ്പിയിലേക്ക് ഇടേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം. അപ്പോൾ കുപ്പിയിലിട്ട് കഴിഞ്ഞാൽ മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ വലിയൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. അത് ഡ്രൈ ആവണം കേട്ടോ, വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള മസാലപ്പൊടിയിൽ നിന്ന് ഏകദേശം ഒരു 3/4 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ ഇഞ്ചി വിളയിച്ചതും അതുപോലെ ഓറഞ്ചിൻ്റെ തൊലി വിളയിച്ചതും ചേർക്കാതെ ഇരിക്കരുത്, കാരണം കറക്റ്റ് ആ പ്ലം കേക്കിൻ്റെ ടേസ്റ്റ് തരുന്ന ആൾക്കാരാണ് അവർ. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക, അത് ഒരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ. ഇനി ഇതിൽ ടോട്ടൽ 1 കപ്പ് റമ്മാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. റമ്മിന് പകരം ബ്രാൻഡി ഉപയോഗിക്കാം, വൈൻ ഉപയോഗിക്കാം, വിസ്കി ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 1/2 കപ്പേ ചേർത്തിട്ടുള്ളൂ, ബാക്കി 1/2 കപ്പ് കൂടെ ചേർക്കാം. അപ്പോൾ ആകെ മൊത്തം 1 കപ്പോളം റമ്മാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇന്ന് നമ്മൾ പ്ലം കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് ഇൻസ്റ്റൻറ്റ് പ്ലം കേക്കാണ്. ഇതുപോലെ സോക്ക് ചെയ്തിട്ടുള്ള പ്ലം കേക്ക് അല്ല. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് സോക്ക് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബോട്ടിലേക്ക് മാറ്റാം. ഇതുപോലത്തെ ഗ്ലാസ് ബോട്ടിലോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രത്തിലോ ആക്കി വെച്ചാൽ മതി. പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ യൂസ് ചെയ്യേണ്ട, കാരണം നമ്മളിതിൽ ആൽക്കഹോൾ യൂസ് ചെയ്തതുകൊണ്ട് അത് റിയാക്ഷൻ നടക്കാനുള്ള സാധ്യതയുണ്ട്. നന്നായിട്ട് അടച്ച് വെക്കാൻ പറ്റുന്ന, അതായത് നല്ല മുറുക്കി അടയ്ക്കുന്ന പാത്രം മാത്രം ഉപയോഗിക്കുക കേട്ടോ. അതുപോലെ കുപ്പിയിൽ കുറച്ച് ഗ്യാപ്പ് വേണം കേട്ടോ, കുത്തി നിറച്ച് വെക്കരുത്, കാരണം നമുക്ക് നന്നായിട്ട് ഷേക്ക് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഗ്യാപ്പ് ഇല്ലെങ്കിൽ ഷേക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ ചെറിയ കുപ്പികളിലാക്കി വെക്കുകയാണ് കുറച്ച് നല്ലത്, കുലുക്കാൻ എളുപ്പമുണ്ടാവും. ഇതേപോലെ ടിൽറ്റ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒരു 10 തവണയെങ്കിലും ഒന്ന് ചെയ്താൽ മാത്രമേ നന്നായിട്ട് മിക്സ് ആവുള്ളൂ. ഇതെന്നും ചെയ്യണം, 1 തവണയെങ്കിലും ചെയ്തിരിക്കണം തീർച്ചയായിട്ടും. ശരിക്കും 2 തവണ ചെയ്യണമെന്നാണ്, രാവിലെയും വൈകുന്നേരവും. പക്ഷേ 1 തവണയെങ്കിലും ചെയ്ത് വെക്കുക. 1 മാസം കഴിയുമ്പോൾ ഇത് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സോക്കിങ് കൂടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പ്ലം കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 പാൻ എടുത്തിട്ടുണ്ട്. ഇത് 1 kg അളവിലുള്ള കേക്കാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ 1/2 kg വെച്ചിട്ട് 2 പാനിലാണ് ഉണ്ടാക്കുന്നത്. ഒന്ന് ഓവനിലും ഒന്ന് ഗ്യാസ് സ്റ്റോപ്പിലും, അതായത് ചീനച്ചട്ടി. 2 പാനും ബട്ടർ പേപ്പർ വെച്ച് ലൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഗ്യാസിൽ വെക്കുന്നത് മാത്രം ഞാൻ സൈഡിൽ കൂടെ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ എടുക്കാം. അപ്പോൾ ആദ്യം കുറച്ച് കറുത്ത മുന്തിരിങ്ങ, ഏകദേശം 1/4 കപ്പാണ് കേട്ടോ എല്ലാം ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ ഡേറ്റ്സ് മാത്രം ഒരു 1/2 കപ്പോളം എടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം, ഒരു അളവ് ഒന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ റിച്ച് ആയിട്ടുള്ളൊരു കേക്കല്ല, നമ്മളിപ്പോൾ ഏകദേശം 1/2 കപ്പ് മൈദയാണ് എടുക്കണത്. അപ്പോൾ അതിനേക്കാളൊരു പൊടിക്ക് കൂടുതലുണ്ടാവും. എല്ലാം കൂടിയിട്ട് ഒരു 1.25 കപ്പോളം ഉണ്ടാവും ടോട്ടൽ, നമ്മൾ നട്ട്സും കൂടി ചേർക്കുമ്പോൾ. പക്ഷേ റിച്ച് ആയിട്ടുള്ളൊരു പ്ലം കേക്ക് ആണെങ്കിൽ നമ്മൾ എത്ര ഫ്ലോർ എടുക്കുന്നോ, അതായത് മൈദ എത്ര എടുക്കുന്നോ അതിൻ്റെ ഇരട്ടി തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കണം. ഇനി ഞാനിതിലേക്ക് 1/8 കപ്പ് ഇഞ്ചി വിളയിച്ചതും 1/8 കപ്പ് ഓറഞ്ചിൻ്റെ തൊലി വിളയിച്ചതും, അതായത് 1/4 കപ്പിൻ്റെ പകുതി ഇഞ്ചി വിളയിച്ചതും 1/4 കപ്പിൻ്റെ പകുതി ഓറഞ്ചിൻ്റെ തൊലി വിളയിച്ചതും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് ഓറഞ്ച് ജ്യൂസും ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഏകദേശം ഒരു 4 ഓറഞ്ചിൻ്റെ ജ്യൂസ് വരും. ഇതിങ്ങനെ തന്നെ സോക്ക് ചെയ്തിട്ട് ഡ്രെയിൻ ചെയ്തിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്. പക്ഷേ എനിക്ക് ആ ഒരു രീതിയെക്കാട്ടും ഇഷ്ടം ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന മെത്തഡാണ്. കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കേക്ക്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള, അതായത് ഓറഞ്ച് ജ്യൂസിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് മൊത്തമായിട്ട് ചേർത്ത് കൊടുക്കാം.
ഇനി അതിലേക്ക് ഒരു 1/3 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. പൊടിച്ചതല്ല, സാധാരണ ക്രിസ്റ്റൽസ് ആണ്. അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് തിളപ്പിക്കണം. തിള വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് അത് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ സോക്കായിട്ട് നല്ല സോഫ്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഞാനൊരു നുള്ളി ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ക്യാമറ പോസ് ആയതുകൊണ്ടാണ് കേട്ടോ അത് കാണാഞ്ഞത്. അപ്പോൾ അത് ചേർത്ത് ഉടനെ ഇതേപോലെ ഒന്ന് പതഞ്ഞ് വരും കേട്ടോ. അത് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇത് ലോ ഫ്ലെയിമിലാണ് തിളച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെന്തായാലും തിളച്ചൊന്ന് വറ്റട്ടെ. ഇതിപ്പോൾ കുറച്ച് കട്ടിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ റമ്മ് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് തികച്ചും ഓപ്ഷണലാണ്, ഒരു നിർബന്ധമില്ല. ഇതിനൊരു പ്രിസർവേറ്റീവ് ആക്ഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ഒരു മിക്സ് നമുക്ക് ഒരു 5 ദിവസം വരെ കേടുകൂടാതെ സൂക്ഷിച്ച് വയ്ക്കാം, അതായത് സോക്ക് ചെയ്ത് വയ്ക്കാം. അപ്പോൾ അതുകൊണ്ടല്ല ഞാൻ ചേർത്തത് പുറത്തുനിന്ന് മേടിക്കുന്ന അതേ കേക്കിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആൽക്കഹോൾ ചേർക്കുമ്പോൾ അത് തികച്ചും ഓപ്ഷണലാണ്. ചേർക്കണ്ട എന്നുള്ളവർക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുപോലെ 5 ദിവസമൊക്കെ സോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ 2 നേരവും ഇളക്കി കൊടുക്കണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ അത് കറക്റ്റായിട്ട് വരുള്ളൂ. ഇല്ലെങ്കിൽ പൂപ്പൽ വരാൻ സാധ്യതയുണ്ട്, ഫംഗസൊക്കെ വരും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി ചേർക്കേണ്ടത് ഒരു 1/2 ടീസ്പൂൺ മസാലപ്പൊടി. നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചില്ലേ, ആ ഒരു മസാലപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ മുതൽ 1/4 ടീസ്പൂൺ വരെ ഈ ഒരു അളവിന് ചേർത്ത് കൊടുക്കാം. ഇത് തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ പീസസിൽ ആ ഒരു മസാലയുടെ ടേസ്റ്റ് നന്നായിട്ട് പിടിക്കുകയുള്ളൂ. അപ്പോൾ അത് തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം നമുക്കിത് ഫ്ലെയിമിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇത് ഡ്രൈ ആയിട്ടുണ്ട്, ഞാനിത് മാറ്റുകയാണ്. ഇനി ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ. ബാറ്റർ തയ്യാറാകുമ്പോഴേക്കും ഇത് ചൂടാറി കിട്ടും. ഇനി നമുക്ക് കാരമൽ സിറപ്പ് ഉണ്ടാക്കണം. നമ്മുടെ കേക്കിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ് അത് ചേർക്കുന്നത്. അതിനായിട്ട് 1/2 കപ്പ് പഞ്ചസാര ഞാനൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നിർബന്ധമില്ല, കളറ് വേണ്ട എന്നുള്ളവർക്ക് ഇതിന് പകരം ഈ ഒരു പഞ്ചസാര പൊടിച്ചിട്ട് നമ്മൾ പിന്നീടുള്ള പ്രൊസീജിയറിൽ ചേർക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താലും മതി. പക്ഷേ കാരമൽ ചേർക്കുകയാണ് കറക്റ്റ് ആ പ്ലം കേക്കിൻ്റെ നിറം കിട്ടാനായിട്ട് നല്ലത്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് മെൽറ്റാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഇത് തനിയെ പഞ്ചസാര മാത്രം ഇട്ടിട്ട് ലോ ഫ്ലെയിമിലിട്ട് മെൽറ്റാക്കിയാലും മതി. പക്ഷേ മീഡിയം ഹീറ്റിലേക്കൊന്നും മാറ്റണ്ട, കാരണം പെട്ടെന്ന് പുകഞ്ഞ് കരിയാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് മെൽറ്റ് ചെയ്യിപ്പിക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ പഞ്ചസാര പെട്ടെന്ന് മെൽറ്റായി കിട്ടും. ഇതപ്പോൾ ഇത് ഏകദേശം മെൽറ്റായി വരുന്നുണ്ട്. മുഴുവനായിട്ട് മെൽറ്റാവണം. ഇപ്പോൾ ഇത് നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. അത്യാവശ്യം നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഒരുപാട് കരിയേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നല്ല ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാൻ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1/2 കപ്പോ അല്ലെങ്കിൽ 1/4 കപ്പോ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഒന്ന് തിളപ്പിച്ചിട്ട് അതിൻ്റെ അളവൊന്ന് കുറച്ചെടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്, ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് ചൂടുവെള്ളം ഒഴിക്കുന്നത്. കാരണം ഫ്ലെയിം ഓൺ ആണെങ്കിൽ പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് ആകതാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് പതുക്കെ ഒന്ന് ഇളക്കി വിട്ടതിന് ശേഷം മാത്രമേ പിന്നെ ഫ്ലെയിം ഓൺ ചെയ്യുള്ളൂ. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കാം. എന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 1/4 കപ്പോളം നമ്മുടെ ഈ ഒരു കാരമൽ സിറപ്പ് ഉണ്ടാവും. ഇത് നമുക്കൊരു 1/2 കപ്പായിട്ട് ചുരുക്കണം, അത്രേ വേണ്ടൂ. കാരണം നമുക്ക് ഒരുപാട് തിക്കാക്കാനും പാടില്ല, ഒരുപാട് ലൂസാക്കാനും പാടില്ല. ഇതാ നമ്മുടെ കാരമൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കേക്കിന് നല്ല കളർ കൊടുക്കുന്നത്. ഇത് നമുക്കിനി ചൂടാറാനായിട്ട് വയ്ക്കാം. ചൂടാറുമ്പോൾ ഒന്നുകൂടി ഡാർക്ക് കളർ ആവും കേട്ടോ. ഇനി ഒരു ബൗളിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1.5 കപ്പ് മൈദ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കണം. നമ്മൾ എല്ലാ കേക്കിനും ചെയ്യുന്ന പോലെ തന്നെ ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു വട്ടം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. 2-3 പ്രാവശ്യം അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു വട്ടം അരിച്ചാൽ മതി. മസാലപ്പൊടി ഇതിൽ ചേർക്കുന്നില്ല, അത് നമ്മൾ പിന്നീടാണ് ചേർക്കുന്നത്. എന്നിട്ട് ഫോർക്കോ വിസ്കോ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഓവനും ചെയ്യുന്ന വെച്ചിട്ട് ഞാൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളിലേക്ക് 180 ഗ്രാം റൂം ടെമ്പറേച്ചറിലുള്ള, അതായത് തണുപ്പില്ലാത്ത ബട്ടർ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് വിസ്ക് വെച്ചിട്ടും ചെയ്താൽ മതി, ബീറ്റർ ആവശ്യം ഇല്ല, ബീറ്റർ വേണമെന്നൊന്നുമില്ല. ഇതിലേക്ക് 1/3 കപ്പ് പഞ്ചസാര പൊടിച്ചത് കേട്ടോ. പൊടിച്ച പഞ്ചസാരയുടെ അളവാണ് 1/3 കപ്പ്. 1/4 കപ്പ് പഞ്ചസാര എടുത്ത് പൊടിച്ചതാണ്. ഇത് സാധാരണ പഞ്ചസാരയല്ല, ബ്രൗൺ ഷുഗറാണ്, നമുക്ക് പുറത്തുനിന്ന് മേടിക്കാൻ കിട്ടും. ഇത് വേണമെന്ന് ഒരു നിർബന്ധമില്ല, കേക്കിന് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തു എന്നേ ഉള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ പൊന്തി വരും നമ്മുടെ ആ ഒരു ബട്ടർ.
ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം വാനില എസെൻസും 3-4 ഡ്രോപ്പ് ഓറഞ്ചിൻ്റെ എസെൻസും ചേർത്ത് കൊടുക്കുകയാണ്. 3-4 ഡ്രോപ്പ് എന്ന് പറയാൻ കാരണം ഇതിന് ഭയങ്കര സിന്തറ്റിക് ടേസ്റ്റാണ്, അതുകൊണ്ടാണ് കേട്ടോ. നല്ലതാണെങ്കിൽ 1/4 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 കോഴിമുട്ടയാണ് ചേർക്കേണ്ടത്. അതിന് ആദ്യം ഞാൻ 1 കോഴിമുട്ട ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. അപ്പോൾ ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല. നല്ലൊരു വുഡൻ സ്പാച്ചുല ആയാലും മതി, അല്ലെങ്കിൽ കട്ടിയുള്ള നല്ല സ്പൂണായാലും മതി. അങ്ങനെ ഓരോരോ മുട്ടയായിട്ട് വേണം ചേർക്കാനായിട്ട്. സാധാരണ ബേക്കറിയിലൊക്കെ ബട്ടറിന് പകരം ഉപയോഗിക്കുക മാർഗരീനാണ്. അതുപോലെ ഇപ്പം നമുക്ക് കിട്ടുന്ന ക്രീം കേക്ക്സൊക്കെ ഇല്ലേ, അതിൽ ക്രീമായിട്ട് കൊടുക്കുന്നത് മാർഗരീൻ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അതത്ര ഹെൽത്തി അല്ല, കാരണം അതിൽ ട്രാൻസ് ഫാറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ബട്ടർ ചേർത്ത് ഉണ്ടാക്കുന്ന പ്ലം കേക്കാണ് ഏറ്റവും നല്ലത്. അത് വീട്ടിലെല്ലാവരും ഇപ്രാവശ്യത്തെ ക്രിസ്മസിന് തയ്യാറാക്കി നോക്കൂ കേട്ടോ. ഇതിലിപ്പോൾ വേണമെങ്കിൽ മുട്ട നമുക്ക് സെപ്പറേറ്റ് ബീറ്റ് ചെയ്തിട്ട്, അതായത് 3 സെപ്പറേറ്റ് ബീറ്റ് ചെയ്തിട്ട് നല്ല ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്തിട്ട് ഈ ബട്ടറിലേക്ക് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അത് അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ രണ്ടും ഒരേ ടേസ്റ്റും ഒരേ ടെക്സ്ചർ തന്നെയാണ് വരിക. പക്ഷേ കറക്റ്റ് മെത്തേഡ് ഇതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചൂടാറാൻ വെച്ച കാരമൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ഓറഞ്ച് മെർമലൈഡ് ആണ്. ഓറഞ്ച് മെർമലൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓറഞ്ച് ജാം എന്ന് പറഞ്ഞിട്ടും ഇറങ്ങുന്നുണ്ട്, സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും കേട്ടോ. അത് ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ചേർത്താൽ നല്ല ഫ്ലേവറാണ് കേട്ടോ കേക്കിന്. പറ്റുമെങ്കിൽ കിട്ടുവാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ചേർക്കേണ്ടത് മിക്സഡ് ഫ്രൂട്ട് ജാമാണ്. നമുക്ക് അത് പെട്ടെന്ന് കിട്ടുമല്ലോ, കണ്ടിട്ടില്ലേ, ഒരു ഡാർക്ക് റെഡ് കളറിൽ മിക്സഡ് ഫ്രൂട്ട് ജാം. അത് ഒരുവിധം എല്ലായിടത്തും കിട്ടുന്നതാണ്. അത് 1.5 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. അതായത് ഏലക്കായ, ജാതിക്ക, കറുവപ്പട്ട, ഗ്രാമ്പു, ഇത് 4 കൂടി പൊടിച്ച് വെച്ചത് 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ വെറ്റ് ഇൻഗ്രീഡിയൻസിലേക്ക് മസാലപ്പൊടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക മണമാണ് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട് മിക്സ് ചേർത്ത് കൊടുക്കാം. 2 ബാച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം പകുതി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് 2 ബാച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. ആദ്യത്തെ പകുതി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ബീറ്റർ തന്നെ വേണമെന്നില്ല, നമുക്ക് കൈ വെച്ചിട്ട്, അതായത് നമ്മുടെ സ്പാച്ചുല വെച്ചിട്ടോ കയ്യിലുള്ള ഏതെങ്കിലും സ്പൂൺ വെച്ചിട്ടോ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ബാക്കിയുള്ള ഡ്രൈ ഫ്രൂട്ട് മിക്സ് കൂടെ ചേർത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്, നാരങ്ങ നീര്. അത് ചേർത്താൽ നമ്മുടെ പ്ലം കേക്കിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇടയ്ക്ക് നമ്മുടെ ബാറ്റർ ഒന്ന് പിരിഞ്ഞ പോലെ തോന്നും, പക്ഷേ അതൊരു കുഴപ്പമില്ല കേട്ടോ, അതുകൊണ്ട് ഒരു പ്രശ്നമില്ല. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് 1/4 കപ്പ് നട്ട്സ് കൂടെയാണ്. കാഷ്യൂ നട്ട്സ് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞതാണ്. അത് നമുക്ക് നേരിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ പൗഡർ ഇൻഗ്രീഡിയൻസ് ബാക്കിയുണ്ടല്ലോ, അതിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ബാറ്റർ തിക്കാണെങ്കിൽ ഈ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒന്നും താഴേക്ക് പോകുമെന്നുള്ളൊരു പേടി വേണ്ട. അതായത് താഴത്തേക്ക് അടിയിലേക്ക് പോകുന്നു, നമ്മൾ കേക്ക് ബേക്ക് ചെയ്ത് വരുമ്പോൾ അടിയിലേക്ക് പോകുന്നുള്ള പേടി വേണ്ട. വെള്ളം കൂടുതലാണെങ്കിൽ, ലിക്വിഡ് ഇൻഗ്രീഡിയൻസ് കൂടുതലാണെങ്കിലാണ് ആ ഒരു പ്രശ്നം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു കേക്കിന് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. ഞാൻ എല്ലാം മിക്സ് ചെയ്തിട്ട് ഒന്ന് ബീറ്റർ വെച്ചിട്ട് ഫസ്റ്റ് സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്യാണ്. അപ്പോൾ ആകെ മൊത്തം വെയിറ്റ് ബാറ്ററിൻ്റെ 1440 ഗ്രാമാണ്. അതായത് 1 കിലോ 440 ഗ്രാം. ബൗളിൻ്റെ വെയിറ്റ് 200 ഗ്രാം വരും കേട്ടോ. അപ്പോൾ ബാറ്റർ ഞാൻ 2 പാനിലേക്ക് എടുത്തിട്ടുണ്ട്. ഒന്നിൽ കുറച്ച് കൂടുതൽ ബാറ്റർ ഉണ്ട്, അതായത് ആ റൗണ്ട് പാൻ കുറച്ചുകൂടി ഹൈറ്റുള്ള പാനാണ്. അതുകൊണ്ട് ഞാൻ അതിൽ കുറച്ച് 600 സംതിങ് ഗ്രാം വരുന്നത്ര ബാറ്റർ ഒഴിച്ചിട്ടുണ്ട്. അത് ഞാൻ ഓവനിലാണ് വെക്കുന്നത്. ഗ്യാസ് സ്റ്റോപ്പിൽ സ്ക്വയർ പാനാണ് വെക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ഇതുപോലെ മുകൾ ഭാഗത്തൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ബാറ്റർ. എന്നിട്ട് നമുക്കിഷ്ടമുള്ള നട്ട്സോ ഡ്രൈ ഫ്രൂട്ട്സോ എന്ത് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. ഓവനിൽ 175 ഡിഗ്രി സെൽഷ്യസിലാണ് ഞാൻ ബേക്ക് ചെയ്യാൻ പോകുന്നത്. ഗ്യാസ് സ്റ്റോപ്പിൽ ലോ ഫ്ലെയിമിലാണ് ബേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 45 മിനിറ്റ് കഴിഞ്ഞിട്ട് രണ്ടും ചെക്ക് ചെയ്യണം. ടൂത്ത് പിക്ക് ഇട്ട് നോക്കുക, ക്ലിയറായി വരുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വേണം നമ്മൾ കൂട്ടി 5 മിനിറ്റ് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ 2 കേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓവനിൽ ഞാൻ വെച്ചത് റൗണ്ട് പാനാണ്. അത് 60 മിനിറ്റ് എടുത്തു 175 ഡിഗ്രി സെൽഷ്യസിൽ ബേക്ക് ചെയ്യാനായിട്ട്. ഓരോ ഓവനിലും ഓരോ രീതിയിലാണ് സെറ്റിങ്സ്, അപ്പോൾ അത് ശ്രദ്ധിക്കണം. ചിലർ ബേക്ക് ചെയ്യുമ്പോൾ മുകൾ ഭാഗം ഒരുപാട് ബ്രൗൺ ആവുന്നുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവർ ആദ്യം ഒരു 40-45 സെക്കൻഡ് നിങ്ങളുടെ അതിലുള്ള കറക്റ്റ് ടെമ്പറേച്ചർ, അതായത് 175 ആവാം, 180 ആവാം. അപ്പോൾ അത് വെച്ചിട്ടൊന്ന് 40 മിനിറ്റ് ബേക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം അറിയാം എത്രത്തോളം വേവാനുണ്ട് എന്നുള്ളത്. അപ്പോൾ വേണമെങ്കിൽ 5 മിനിറ്റ് കൂടെ അതേ ടെമ്പറേച്ചറിൽ വെച്ചിട്ട് മുകൾ ഭാഗം ബ്രൗൺ ആയിട്ട് വരുന്നുണ്ട് തോന്നുകയാണെങ്കിൽ തൊട്ട് താഴത്തെ ടെമ്പറേച്ചർ, അതൊരു 165, 160, 150 ആ ഒരു റേഞ്ചിലുള്ള ടെമ്പറേച്ചർ സെറ്റിംഗ് ഉണ്ടെങ്കിൽ അതിൽ
അതിലേക്ക് ഇട്ടിട്ട് 10 മിനിറ്റ് വയ്ക്കുക. എന്നിട്ട് നോക്കുക. അപ്പോൾ മുകൾ ഭാഗം ഒരുപാട് ഡാർക്ക് ആവില്ല, പക്ഷേ കുക്കാവും ചെയ്യും. അങ്ങനെ 10 മിനിറ്റ് പിന്നെ 5 മിനിറ്റ് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം. ചെയ്തിട്ട് നമ്മൾ ആ കറക്റ്റ് ടൈമിങ്ങും ടെമ്പറേച്ചറും മനസ്സിലാക്കി വെക്കണം. ഗ്യാസ് സ്റ്റോപ്പിൽ ബേക്ക് ചെയ്തത് ഏകദേശം 45 മിനിറ്റിനുള്ളിൽ റെഡി ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എക്സ്ട്രാ 10 മിനിറ്റ് വെച്ചു, കാരണം ഒന്നുകൂടി ഒന്ന് ബ്രൗൺ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് രണ്ടും നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഞാനത് ഡിമോൾഡ് ചെയ്യാണ്. പ്ലം കേക്കൊക്കെ 3 ദിവസമെങ്കിലും വെക്കണം കേട്ടോ, എന്നിട്ടേ കട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ തീരെ ക്ഷമയില്ലാത്തവരൊക്കെ ആണെങ്കിൽ പിന്നെ പിറ്റേ ദിവസമൊക്കെ കട്ട് ചെയ്ത് പോവും. കാരണം നമ്മുടെ വീട് മുഴുവൻ ആ ഒരു സ്മെല്ലായിരിക്കും. ആ ഒരു പ്രത്യേക മണമല്ലേ, എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കേക്കുമാണല്ലോ. അപ്പോൾ അതാ നമ്മുടെ 2 കേക്കും ഡിമോൾഡ് ചെയ്തിട്ട് 48 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഓവനിൽ വെച്ച കേക്കിൻ്റെ ടെക്സ്ചർ കണ്ടോളൂ കേട്ടോ. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ടേസ്റ്റിൻ്റെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച കേക്ക് മുറിച്ച് നോക്കാം. അപ്പം നമ്മുടെ 2 പ്ലം കേക്കും, അതായത് ഒന്ന് ഓവനിലും ഒന്ന് ചീനച്ചട്ടിയിലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എനിക്ക് തോന്നുന്നു പുറത്തുനിന്നേക്കാട്ടിലും ടേസ്റ്റ് ഉണ്ട് തോന്നുന്നു. ആവശ്യത്തിന് മോയിസ്റ്റുമാണ് നമ്മുടെ കേക്ക്. അപ്പോൾ ഇപ്രാവശ്യം ക്രിസ്മസിന് ബീറ്ററും ഓവനും ഒന്നും ഇല്ലാത്തവർക്ക് നല്ല അടിപൊളി പ്ലം കേക്ക് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ്.